പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 2025 ഓഗസ്റ്റ് മാസം 8-ാം തീയതി, അതായത് 1200 കർക്കിടക മാസം 23-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:48. നാളത്തെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ വെള്ളിയാഴ്ച ശുഭദിനമാകുന്നു. വാങ്ങാനും കൊടുക്കുവാനും ഒക്കെ നല്ല ദിവസമാണ്. പക്ഷേ യാത്രയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഗർഭിണികൾ, നാൽക്കാലികൾ ഇവയൊക്കെ സഞ്ചരിക്കുവാനും വെള്ളിയാഴ്ച അത്ര ശുഭമല്ല. നാളത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. വെളുത്ത പക്ഷത്തിലെ ഉത്രാടം നക്ഷത്രമാണ്. ഉത്രത്രയം എന്നാണ് പറയുക. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉത്രത്രയ നക്ഷത്രങ്ങളെ സ്വീകരിക്കുന്നു. 9 നക്ഷത്രങ്ങളാണ് ഉത്രത്രയ നക്ഷത്രങ്ങളിൽ പെടുന്നത്. ഉത്രമത്രം ചിത്ര, ഉത്രാടം, തിരുവോണം, അവിട്ടം, ഉത്രട്ടാതി, രേവതി, അശ്വതി ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഉത്രത്രയത്തിൽ പെടുന്നു. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് ഉത്രാടം നക്ഷത്രം നാം സ്വീകരിക്കാറുണ്ട്. നാളെ ഉത്രാടം 20 നാഴിക മാത്രമേ ഉള്ളൂ. അതിനാൽ ഉത്രാടം മകരം രാശിയാണ് നാളെ. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ധനുരാശിയും അവസാനത്തെ 45 നാഴിക മകരം രാശിയുമാകുന്നു. ധനുരാശി പുരുഷന്മാർക്ക് പറ്റുന്ന രാശിയാകുന്നു. കാരണം അത് പുരുഷ രാശിയാണ്, മെയിൽ സൈനാണ് സാജിറ്റേറിയസ്. പക്ഷേ മകരം രാശിയാകട്ടെ ഫെമിനൈൻ രാശിയാണ്, സ്ത്രീ രാശിയാണ്. അത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ഉത്രാടം സ്ത്രീകൾ ധനുരാശിയിലാണെങ്കിൽ അവർ അങ്ങേയറ്റം സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. പെട്ടെന്ന് കോപിക്കും, കോംപ്രമൈസ് ഉണ്ടാകില്ല. പക്ഷേ മകരം രാശിയാണെങ്കിൽ തൻ്റെ ഭർത്താവിനെയും മക്കളെയും ലാളിക്കുക, ശുശ്രൂഷിക്കുക, ഇതിനൊക്കെ വളരെയധികം പാതിവൃത്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആ രാശിയാകുന്നു. എന്താണ് സ്ത്രീയുടെ ധർമ്മം ഇതറിഞ്ഞ് ചെയ്യുന്ന രാശിയാകുന്നു ഉത്രാടം മകരം രാശി. സ്ത്രീയെപ്പറ്റി ഭർതൃഹരി വളരെ സവിസ്തരം എങ്ങനെയായിരിക്കണമെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. കാര്യേഷു മന്ത്രി, കർണേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയാ ധരിത്രി, സ്നേഹേഷു മാതാ, ശയനേഷു വേശ്യ, ഷട്ട് കർമ്മനാരി, കുലധർമ്മഭഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭർതൃഹരി സുഭാഷിതത്തിൽ. കാര്യങ്ങളിൽ മന്ത്രിയെപ്പോലെ ആയിരിക്കണം, ഭർത്താവിനെ ഉപദേശിക്കണം മന്ത്രിയെപ്പോലെ. കരണേഷു ദാസി, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദാസിയെപ്പോലെ കാര്യങ്ങൾ ചെയ്യണം. രൂപേഷു ലക്ഷ്മി, കറുത്തതായാലും വെളുത്തതായാലും തൻ്റെ രൂപത്തിൽ ലക്ഷ്മിത്വം എപ്പോഴും ഉണ്ടാകണം. ക്ഷമയാ ധരിത്രി, ഭൂമിയെപ്പോലെ ക്ഷമിക്കണം. സ്നേഹേഷു മാതാ, അമ്മയെപ്പോലെ സ്നേഹം നൽകണം. ശയനേഷു വേശ്യ, കിടപ്പറയിൽ തൻ്റെ മൈഥുന വിഷയങ്ങളിലൊക്കെ തന്നെ എന്താണ് തൻ്റെ ഇണയ്ക്ക് ഭർത്താവിന് താല്പര്യം ആ രീതിയിലൊക്കെ പെരുമാറുന്ന സ്ത്രീ ആരായിത്തീരും? ആ കുലത്തിൻ്റെ ധർമ്മഭഗ്നിയായി മാറും. അത് മാറാത്തിടത്തോളമാണ് ഈ ഭർത്താവ് പരസ്ത്രീകളുടെ അടുത്തേക്കുള്ള ഗമനവും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അതിനാൽ തൻ്റെ ഭർത്താവ്, തൻ്റെ മക്കൾ ഇവരെയൊക്കെ ഒരു കുടക്കീഴിലാക്കി സംരക്ഷിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്ന സ്ത്രീ അവരുടെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. നാളത്തെ തിഥി അത്ര അനുകൂലമല്ല. നാളെ ചതുർദശി തിഥിയാണ്. വെളുത്ത പക്ഷത്തിലേതാണ്, പക്ഷേ ചതുർദശിയാണ്, 14ആണ്. ദിക്താ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. 3 തിഥികളാണ് നമുക്കുള്ളത്, ഒഴിഞ്ഞ തിഥികൾ. ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14. അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളൊന്നും നാളത്തെ ദിനം നിങ്ങൾക്ക് അത്ര ശുഭമായി നിങ്ങൾ കണക്കാക്കരുത്. നാളെ നിങ്ങൾക്ക് കാലത്ത് 7:30 മുതലുള്ള സമയം ശുഭകാര്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കാം. 7:30 മുതൽ 9 വരെയുള്ള സമയം, ഈവൻ 10:15 വരെ ആയാലും ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. അത് സിംഹൻ രാശിയും കന്നി രാശിയും വരുന്ന സമയമാണ്. 10:30 മുതൽ പിന്നെ രാഹുകാലമാണ്. എന്തായാലും ചതുർദശിയിൽ സാമ്പത്തിക വിഷയങ്ങളിലുള്ള ഇടപാടുകൾ അത്ര അനുവദനീയമല്ല. അതിന് ശ്രമിക്കുന്നത് ശുഭമല്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളത്തെ പ്രാർത്ഥന. നാളെ ഞാൻ പറഞ്ഞു ഉത്രാടം നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്. ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാം. ശിവപാർവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഭർത്തൃശ്രേയസ്സിനായി ഉമാമഹേശ്വര പൂജ ചെയ്യാം. ദാമ്പത്യത്തിലുള്ള ഐക്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്രകാരം അവിവാഹിതരായ പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവാക്കളുണ്ടെങ്കിൽ അവരുടെ പേരിൽ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത് വളരെ ഗുണമാണ്. സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം ശിവപാർവതി ക്ഷേത്രത്തിൽ. പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടും. കാരണം വെള്ളിയാഴ്ച ദേവിയുടെ ദിവസമാണ്, ഉത്രാടം ശിവൻ്റെ ദിവസമാണ്. ശിവനുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലൊക്കെ തന്നെ പിൻവിളക്കായി ദേവി ഉണ്ടാകും. അതിനാൽ വിളക്കുമാല, പായസം, കൂവളമാല, ജലധാര ഒക്കെ സമർപ്പിക്കുന്നത് വളരെ അനുകൂലമാണ്.
ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് നാളെ വളരെയധികം മാറ്റങ്ങൾക്ക് ഇടവരുത്തും ഉത്രാടം നക്ഷത്രക്കാർക്ക്. ഉത്രാടം നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ല പ്രാർത്ഥനയാകുന്നു ആദിത്യ ഹൃദയ മന്ത്രം. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ശിവനാകുന്നു. അതിനാൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ടോ യുദ്ധായ സമവസ്ഥിതം. ആ 32 മന്ത്രങ്ങൾ വളരെയധികം പ്രയോജനപ്പെടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം തന്നെ. ഇത് കർക്കിടക മാസമാണ്. അതിനാൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും പഠിക്കുന്നതും രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ പ്രധാന ശ്ലോകം, ഈ പ്രധാനപ്പെട്ട ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് വളരെയധികം ആത്മീയമായ, ശാരീരികമായ, മാനസികമായ, സ്പിരിച്വൽ സംബന്ധിയായ വിഷയങ്ങൾക്കെല്ലാം തന്നെ അങ്ങേയറ്റം ജ്വലിക്കുന്ന മന്ത്രമാകുന്നു ആദിത്യ ഹൃദയം. നന്ദി, നമസ്കാരം.